ആരാണ്, എന്താണ്, എങ്ങനെയാണ് ഈ വേടൻ എന്നുള്ള ഒരു പേരിലേക്ക് എത്തിയത്? ആ ഒരു ജേർണി ജസ്റ്റ് ഒന്ന് പറയും. ഇതിന് നമുക്ക് വോയിസ് ഓഫ് ദി വോയിസ്ലെസിനെ കുറിച്ച് തന്നെ കുറച്ചുകൂടെ നന്നായിട്ട് സംസാരിക്കാം. വേടൻ വളരെ ചെറുപ്പത്തിൽ വീണ് കിട്ടിയ ഒരു പേരാണ്, കളിപ്രായോട്ട് വീണ് കിട്ടിയ ഒരു പേരാണ്. ആ പേര് പിന്നെ സ്കൂളുകളിലും പിള്ളേർ എന്നെ ഹിരൺദാസ് എന്നൊക്കെ അറിയുന്നതൊക്കെ കൂടുതൽ വേടൻ എന്നാണ് പിള്ളേരൊക്കെ വിളിക്കുക. സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പൊ മീൻപിടുത്തങ്ങളും ഈ സ്ലിംഗ് ഷോട്ടൊക്കെ ഉപയോഗിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചിരി കുറുമ്പനൊക്കെ ആയിരുന്നു ചെറുപ്പത്തിൽ. അപ്പൊ ആ കുറുമ്പുകൾ കാരണം വേടൻ. അത് പിന്നെ എല്ലാവരും വിളിച്ചു തുടങ്ങി. പിന്നെ ആ ഒരു സമയത്ത് അത് ശല്യമാണ്. എന്റെ പേര് ആർക്കും അറിയുന്നില്ല, വേടൻ വേടൻ വിളിക്കുക. പിന്നെ ഇതിനകത്തൊരു നമ്മളെല്ലാവരും മനുഷ്യര് വേട്ടയാടപ്പെട്ടും വേട്ടയാടിയൊക്കെ ജീവിക്കുന്നവരാണ് സീരിയസ്ലി. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു കണക്ഷനൊക്കെ തോന്നിയപ്പോ പിന്നെ ഞാനത് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ പേര്. ഞാൻ മാറ്റണ്ടായി വിചാരിച്ചിട്ട് അതാണ് ഞാൻ അതിന്റെ സ്റ്റേജ് നെയിമാക്കി ഉപയോഗിക്കാമെന്ന് വിചാരിച്ചത്. ജസ്റ്റ് ഹിരൺദാസിനെ കുറിച്ച് ഒന്ന് ചെറുതായി പറയുമോ? എന്ത് ചെയ്യുന്നു ഇപ്പം, അങ്ങനത്തെ ജസ്റ്റ് ഒന്ന് കാര്യങ്ങള്? ഞാനിപ്പോ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഇതിന്റെ ഈ റാപ്പ് ഇറങ്ങിയിട്ട് കൂലിപ്പണിക്കൊക്കെ പോണം, അതൊക്കെയാണ് നമ്മൾ ചെയ്യാറ്. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും. സിനിമ മോഹമായിട്ട് നടക്കുകയാണ്. ഇവിടെ പിള്ളേരുടെ കൂടെ ജോലിക്ക് പോവുക, സിനിമ കിട്ടിയ സിനിമയ്ക്ക് പോവുക, സിനിമയിൽ വർക്ക് ചെയ്യുക. പിന്നെ കുറെ കാലം ഒരു സിനിമയും കിട്ടാണ്ടാവും, അപ്പൊ വീട്ടിലിരിക്കുക. ഇപ്പൊ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് മുന്നേയും റാപ്പുകളൊക്കെ വരുന്നുണ്ട്. ഭയങ്കര പോപ്പുലർ ആയിട്ട് ഭയങ്കര വൈഡർ കമ്മ്യൂണിറ്റിക്ക് ഒന്നും എത്തുന്നില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് പേരൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഈ വോയിസ് ഓഫ് ദി വോയിസ്ലെസ് വന്നപ്പം എല്ലാവരും എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിലുള്ള വരികളാണ്. അത് മലയാളത്തിലെ ഒരു നല്ല വരികളാണ്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള വരികളാണ്. അത് കറക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇമ്പാക്ട് അതിന്റെ ഒരു ഇന്റൻസിറ്റി ഒക്കെയാണ്. ആ വരികളിലേക്ക് എത്തിയത് ഒന്ന് പറയാമോ? എത്ര നാളായി അങ്ങനെ? പെട്ടെന്ന് എഴുതിയതാണോ? ഇല്ല, ഞാൻ വായിക്കുന്ന ഒരു ശീലമുണ്ട്. ഞാൻ ആദ്യം വായിച്ചിരുന്നില്ല. എന്റെ സർക്കിളിൽ വായിക്കുന്നവരായിട്ട് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇങ്ങനെ പുതിയ ആൾക്കാരൊക്കെ കാണാനൊക്കെ തുടങ്ങിയപ്പോൾ, ഒരുപാട് അറിവുള്ള ആൾക്കാരൊക്കെ കാണാൻ തുടങ്ങിയപ്പോ ഇവന്മാർക്ക് നോക്കുന്നതാണ് ഈ ഐഡിയ ഒക്കെ കിട്ടുന്നത്. അങ്ങനെ ഇവന്മാരെല്ലാവരും വായിക്കുന്നവരാണ് എന്നുള്ളൊരു സൂത്രം കണ്ടുപിടി. അങ്ങനെ ഞാൻ വായനയിലേക്ക് പതുക്കെ നടക്കാൻ തീരുമാനിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റാത്തൊരു പരിപാടിയായിരുന്നു അത് വായന. കാരണം ഞാൻ അങ്ങനെ ഒരു ജീവിത സാഹചര്യത്തിലല്ല വളർന്നത്. എന്റെ വീട്ടിൽ ആരും വായിക്കുന്നില്ല, ഒരു കണിക്കൂടെ പോലും വായിക്കാറില്ല വീട്ടിലെ ആൾക്കാർ. അപ്പൊ അങ്ങനെയാണ് ഞാൻ വായനയിലേക്ക് കിടന്നത്. പിന്നെ ആ ട്രാക്കിലാണ് ഇപ്പൊ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വായനയാണ് എനിക്ക് വരികളും എനിക്ക് ഇച്ചിരി കൂടി എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാവുന്നത് എനിക്ക് വായന എന്നാണ്. അല്ലാതെ ഞാൻ പെട്ടെന്ന് എന്റെ കുടുംബ സാഹചര്യം ഒന്നും അങ്ങനെ ആയിരുന്നില്ല. വേറെ എവിടെ നിന്നും കിട്ടിയിരുന്നില്ല, വായനയിൽ നിന്നും മാത്രം കിട്ടിയെടുക്കലാണ്. അപ്പം അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് ഒന്ന് മണ്ണിന്റെ രാഷ്ട്രീയമാണ്. നമ്മള് മണ്ണിൽ പണിയെടുക്കുന്നവരെ ഭൂമിയില്ലാതാകുന്നതും അവകാശം ലഭിക്കാതാവുന്നത്, അതിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു തോട്ട് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്തത് മൈൻഡില്? ഞങ്ങൾ ശരിക്കും സ്വദേശം പാലക്കാടാണ്. അച്ഛൻ്റെ ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ തൃശ്ശൂരാണ്. അച്ഛനൊക്കെ ഇതേമാതിരി വലിയ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഞാൻ ജനിച്ചിട്ടിപ്പോ എനിക്ക് 25 വയസ്സ് കഴിഞ്ഞ് സ്വന്തമായിട്ട് സ്ഥലം പോലും ഇല്ല എനിക്ക്. അച്ഛൻ ഞാൻ കാണുമ്പോൾ തൊട്ട് അയാൾ പണിക്ക് പോകുന്നതാണ്. ഇതുവരെ സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടാക്കിയെടുക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഇതൊക്കെ എന്റെ ജീവിതത്തിലുള്ള കാര്യങ്ങളാണ്. നമുക്ക് എത്ര പ്രധാനപ്പെട്ടതാണ് സ്ഥലം. നമുക്ക് ജീവിക്കാനൊരു ഇടം, ആരും ഒരു സാധനം നമുക്ക് ജീവിക്കാനൊരു ഇടമൊന്നുമില്ല. അപ്പൊ ആ ഒരു സ്ഥലത്തിന്റെ വില എനിക്കറിയാം. അപ്പൊ അതിൽ നിന്നാണ് ആ ഒരു വരികളൊക്കെ കാരണം. ഈ ഇതിനകത്ത് പിന്നെ ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യം അല്ലെങ്കിൽ ഇപ്പോഴത്തെ അത് പണ്ട് തൊട്ട് ഇങ്ങനെയാണ് മനുഷ്യരോട് പെരുമാറുന്നത്, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പണ്ട് തൊട്ട് ഇങ്ങനെ തന്നെയാണ് മനുഷ്യരോട് ആൾക്കാർ പെരുമാറുന്നത്. എല്ലാ ഗവൺമെന്റുകളും പെരുമാറുന്നത്. ഇന്ന ഗവൺമെന്റിനെ കുറ്റം പറയില്ല. പക്ഷെ എനിക്ക് ആ ഒരു തോട്ട് കിട്ടിയത് ഇപ്പൊ ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മളെല്ലാവരും ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എനിക്കിപ്പോഴുള്ള ആ തോട്ട് കിട്ടിയത് ഇപ്പോഴത്തെ സാഹചര്യങ്ങളനുസരിച്ച്. പിന്നെയാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, ഇത് പണ്ട് തൊട്ടേ നടക്കുന്ന ഒരു പരിപാടിയാണ്. ഈ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു പരിപാടിക്ക്, അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെ ശബ്ദമുയർത്തുന്നവരൊക്കെ പിടിച്ച് ജയിലിലിടുക, അങ്ങനെയുള്ള പരിപാടിക്ക് ഒരുപാട് കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. എനിക്ക് ആ തോട്ട് കിട്ടിയത് ഇപ്പോഴാണെന്നുള്ളത്.